നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ഷാഫി പറമ്പിലിനെതിരായ പോലീസ് അതിക്രമം, ജില്ലയിലും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം. കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. ചന്തേരയിൽ പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. NFP-യുടെ പ്രതിഷേധ മാർച്ച്. ഹോസ്ദുർഗ് ഉപജില്ലാ കായികമേളയിൽ ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നേറ്റം തുടങ്ങി ഇന്നും വാർത്തകളാൽ സമ്പന്നമായ ഒരു ദിനമാണ്. എല്ലാത്തിലേക്കും വിശദമായി പോവാം. ആദ്യം തലക്കെട്ടുകൾ. ഷാഫി പറമ്പിലിനെതിരായുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധിച്ചു. ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ ചന്തേര പോലീസ് പിടികൂടി. 4500 പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങളാണ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണവും ജില്ലാ കൺവെൻഷനും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. NFP കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബാരെ, ഉപ്പള ഗേറ്റ്, ഹൊസബെട്ടു എന്നീ ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. കുട്ടികൾ ഇൻലൻഡിൽ കത്തുകൾ എഴുതി അയച്ചത് വേറിട്ട അനുഭവമായി മാറി. ഭാരതീയ മസ്ദൂർ സംഘം തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പദയാത്ര നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. 67ാമത് ഹോസ്ദുർഗ് ഉപജില്ലാ കായികമേളയിൽ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് കായികമേളയ്ക്ക് എത്തിയവർക്ക് നൽകിയത്. വാർത്തകൾ വിശദമായി. ഷാഫി പറമ്പിലിനെതിരായുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധിച്ചു. പേരാമ്പ്രയിൽ ഷാഫി പറമ്പിൽ MP-ക്കെതിരെയുണ്ടായ പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. RDO ഓഫീസിന് സമീപം ബാരിക്കേഡ് തീർത്ത് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതിനിടയിൽ ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. മണ്ണിൽ കേരളത്തിന്റെ ജനാധിപത്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമെന്നവണ്ണം ഒരു MP-യുടെ മൂക്കിന്റെ 2 പാലവും തച്ചു പൊളിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ പിണറായിയുടെ അടിമകളായ പോലീസ് മാറിയ കാഴ്ചയ്ക്ക് ഈ കേരളത്തിന്റെ മണ്ണ് സാക്ഷ്യം വഹിച്ചിരിക്കുക. ശ്രീ ഷാഫി പറമ്പിലിനെ അടിച്ച പോലീസുകാരനെ കൃത്യമായി അദ്ദേഹത്തിനും കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിനും അറിയാം. ആ ചെറ്റയോട് പറയുന്നു, ഇനി സല്യൂട്ട് അടിക്കാൻ നിന്റെ കൈ പോകില്ല എന്ന് പറയാൻ യൂത്ത് കോൺഗ്രസ് ഈ അവസരം ഉപയോഗിക്കുക. ഇവിടെ നിൽക്കുന്ന പോലീസുകാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ തല്ലിയാലും ചോര വരും, നിങ്ങളെ തല്ലിയാലും ചോര വരും, നിങ്ങളുടെ ദേഹവും ഇരുമ്പൊന്നുമല്ല എന്ന് പറയാൻ ഈ അവസരം വിനിയോഗിക്കുക. ഈ പ്രിയപ്പെട്ട മാർട്ടിൻ സൂചിപ്പിച്ചതുപോലെ ഈ പറയുന്ന 6 മാസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ 7 മാസം കഴിഞ്ഞാൽ കേരളത്തിലെ ഭരണത്തിന് അറുതി ഉണ്ടാകും. എന്നും പിണറായി വിജയന് സല്യൂട്ട് അടിക്കാമെന്നാണ് കേരളത്തിലെ പോലീസിന്റെ ധാരണയെങ്കിൽ ആ ധാരണ അങ്ങ് മാറ്റിവെക്കണം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പോടുകൂടി ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായാൽ ഇന്ന് നിങ്ങൾ ചെയ്യുന്ന ഓരോ പണിക്കും എണ്ണി പകരം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടാകും.
ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം പ്രവർത്തകർ സംസ്ഥാന പാതയായ പുതിയകോട്ടയിൽ റോഡ് ഉപരോധ സമരം നടത്തി. ഇവരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഏറെ മണിക്കൂറുകൾ നീണ്ട സംഘർഷങ്ങൾക്കൊടുവിൽ പ്രവർത്തകർ സ്വയം പിരിഞ്ഞുപോയി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ ചന്തേര പോലീസ് പിടികൂടി. 4500 പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങളാണ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. 4500 പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കാസർഗോഡ് നിന്നും കോഴിക്കോട്ടേക്ക് കൊണ്ടുപോവുകയായിരുന്ന 4500 പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത്. കാസർഗോഡ് ഉളിയത്തടുക്ക നാഷണൽ നഗർ ബിസ്മില്ല മഹലിലെ AV ഷമീർ, AM യൂസഫ് എന്നിവരെയാണ് പിടികൂടിയത്. വെള്ളിയാഴ്ച പുലർച്ചെ 2 മണിയോടെ പയ്യന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറി ഒളവറ മുണ്ടിയ പരിസരത്ത് തടഞ്ഞു നിർത്തി പരിശോധിച്ചപ്പോഴാണ് പുകയില ഉൽപ്പന്നങ്ങൾ കണ്ടെത്തിയത്. പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്തിനൊപ്പം ASI ലക്ഷ്മണൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ കെ ശ്രീജിത്ത്, ഹോംഗാർഡ് V ഗോപാലൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണവും ജില്ലാ കൺവെൻഷനും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. കേരള വിദ്യാഭ്യാസ സമിതിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണ കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവൻ ഹാളിൽ വെച്ചാണ് കൺവെൻഷൻ നടന്നത്. മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. കേരളവും ഒരു ജ്ഞാനോൽപാദന സമ്പദ് വ്യവസ്ഥയെ സ്വപ്നം കണ്ട് മുന്നേറുകയാണ്. ഇത് രണ്ടും കേട്ടാൽ തോന്നും ആഗോളതലത്തിലുള്ള നോളജ് ഇക്കോണമി പോലെ കേരളവും ആധിപത്യത്തിൻ്റെതായ ഒരു നോളജ് ഇക്കോണമി വളർത്തിയെടുക്കുകയാണോ എന്ന്. അല്ല, കേരളം സാമ്രാജ്യത്വ ഗ്ലോബൽ ഇക്കോണമിക്ക് നോളജ് ഇക്കോണമിക്ക് ബദലായി ഒരു പുതിയ സങ്കേതം വളർത്തിയെടുക്കുകയാണ്. ഇവിടെയാണ് ഉന്നത വിദ്യാഭ്യാസ മേഖല ശ്രദ്ധിക്കേണ്ടത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ശ്രദ്ധ ഇവിടെ ആയിരിക്കണം. അതെങ്ങനെ എന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാനിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ അങ്ങനെ ഒരു അക്കാഡമിക് ചർച്ചയല്ല എന്നുള്ളത്. അതുകൊണ്ട് കേരളം ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ സർവകലാശാലയിലൂടെ ഉണ്ടാകുന്ന ഈ അറിവ് ആഗോളതലത്തിൽ കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ ഇവിടെ അത് വികേന്ദ്രീകരിക്കുവാനും സാമാന്യവൽക്കരിക്കുവാനും ജനകീയവൽക്കരിക്കുവാനും ജനാധിപത്യവൽക്കരിക്കുവാനും ശ്രമിക്കുകയാണ്. അപ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവ് കേന്ദ്രീകരിക്കപ്പെടുന്ന സാമ്രാജ്യത്വ രീതിശാസ്ത്രവും ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അറിവ് സമൂഹത്തിൽ വിന്യസിപ്പിക്കുന്ന പുരോഗമന രീതിശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസമാണ് ഗ്ലോബൽ നോളജ് ഇക്കോണമിയും കേരളത്തിൻ്റെ നോളജ് ഇക്കോണമിയും തമ്മിലുള്ള വ്യത്യാസം. M രാജഗോപാലൻ MLA അധ്യക്ഷത വഹിച്ചു. AKGCT സംസ്ഥാന സെക്രട്ടറി CT ശശി വിഷയാവതരണം നടത്തി. KP സതീഷ് ചന്ദ്രൻ, KV സുജാത, പ്രൊഫസർ KP ജയരാജൻ, ഡോക്ടർ A അശോകൻ, P സജിത് കുമാർ, K ഹരിദാസ്, M സുമതി, പ്രൊഫസർ P രഘുനാഥ്, T പ്രകാശൻ, V ചന്ദ്രൻ, ഷാലു മാത്യു, ഡോക്ടർ CC മണികണ്ഠൻ, K ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി സ്വാഗതവും പ്രണവ് K പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ഭാരവാഹികളായി P കരുണാകരനെ ചെയർമാനായും ഡോക്ടർ C ബാലനെ വർക്കിംഗ് ചെയർമാനായും പ്രൊഫസർ KP ജയരാജൻ, ഡോക്ടർ A അശോകൻ, പ്രൊഫസർ P പ്രഭാകരൻ, K ഭാനുപ്രകാശ്, M സുമതി എന്നിവരെ വൈസ് ചെയർമാൻമാരായും ഡോക്ടർ ആസിഫ് ഇക്ബാൽ കാക്കശ്ശേരി എന്നിവരെ ജനറൽ കൺവീനർമാരായും പ്രൊഫസർ V കുട്യൻ, P സജിത് കുമാർ, K രാഘവൻ, K ഹരിദാസ്, രജീഷ് വെള്ളാട്ട്, പ്രണവ് K പ്രഭാകരൻ എന്നിവരെ ജോയിന്റ് കൺവീനർമാരായും V ശോഭയെ ട്രഷററായും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. NFP കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബാരെ, ഉപ്പള ഗേറ്റ്, ഹൊസബെട്ടു എന്നീ ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ജില്ലയിലെ ബാരെ, ഉപ്പള ഗേറ്റ്, ഹൊസബെട്ടു എന്നീ ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരെ NFP കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിലാണ് ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. കാസർഗോഡ് ഹെഡ് പോസ്റ്റ് ഓഫീസ് കേന്ദ്രീകരിച്ച് നടന്ന പ്രകടനവും ധർണയും CITU ജില്ലാ പ്രസിഡന്റ് P മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു.
2014 അധികാരത്തിൽ വന്ന ഈ ഗവൺമെന്റ് ഈ രാജ്യത്തിനകത്തെ കോർപ്പറേറ്റുകളുടെ പിന്തുണയുടെ ഭാഗമായിട്ടാണ് അധികാരത്തിൽ വന്നത്. പ്രത്യക്ഷത്തിൽ അവരുടെ പണം വാങ്ങി അവരുടെ പ്രചരണ സാമഗ്രികളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരുടെ മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാജ്യത്തെമ്പാടും പ്രചണ്ഡമായിട്ടുള്ള പ്രചാരണ പ്രവർത്തനം നടത്തുന്നു. ജനങ്ങളുടെ കൂടെ പിന്തുണയോടെ ഈ ഓഫീസുകൾ സംരക്ഷിക്കാനുള്ള പ്രക്ഷോഭം ഉയർത്തിക്കൊണ്ടുവരാൻ യോഗം തീരുമാനിച്ചു. KP പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ NFPE മുൻ അഖിലേന്ത്യാ പ്രസിഡന്റ് PV രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. CK അശോക് കുമാർ, CH ഗോപി, O രാജീവൻ, ഉണ്ണികൃഷ്ണൻ K, വിൻസെന്റ് KV എന്നിവർ സംസാരിച്ചു. PV ശരത് സ്വാഗതവും രാജൻ VV നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. കുട്ടികൾ ഇംഗ്ലണ്ടിൽ കത്തുകൾ എഴുതി അയച്ചത് വേറിട്ട അനുഭവമായി മാറി. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. കുട്ടികൾ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, ജില്ലാ കളക്ടർ എന്നിവർക്ക് സമൂഹത്തിലും നാട്ടിലും നടക്കുന്ന പ്രശ്നങ്ങളും ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും വിഷയമാക്കി ഇംഗ്ലണ്ടിൽ കത്തുകൾ എഴുതി അയച്ചു. സമൂഹ മാധ്യമങ്ങളിൽ സന്ദേശം അയച്ച മാത്രം അനുഭവമുള്ള കുട്ടികൾക്ക് ഇംഗ്ലണ്ടിൽ കത്തെഴുതി അയച്ചത് ഒരു പുതുമയുള്ള അനുഭവമായിരുന്നു. പോസ്റ്റ് മാസ്റ്റർ ഹരി പിലിക്കോട് പോസ്റ്റൽ സമ്പ്രദായത്തെക്കുറിച്ച് കുട്ടികളോട് വിശദീകരിക്കുകയും കുട്ടികളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. നിങ്ങൾ എന്തെങ്കിലും അറിയിക്കേണ്ട കാര്യങ്ങൾ എഴുതുക, പോസ്റ്റ് ചെയ്യുക. അതുപോലെ നമ്മളെ മണി ഓർഡർ, നമ്മൾ ഇപ്പോൾ നിങ്ങളെ ഒരു പൈസ, നിങ്ങളെ അച്ഛൻ നിങ്ങളിപ്പോൾ എവിടെയെങ്കിലും ജോലി ചെയ്യുന്ന നിങ്ങൾക്ക് പൈസ അയക്കുന്നുണ്ടെങ്കിൽ ആ പോസ്റ്റ് ഓഫീസിൽ പോയി ഈ ഫോറം, മണി ഓർഡർ ഫോറം എന്ന് പറയും. നിങ്ങളെ പേരും അഡ്രസ്സും പൈസയും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസ പോസ്റ്റ്മാൻ കൊണ്ടുതരും. മണി ഓർഡർ അയക്കുന്ന ഫോറം. സ്റ്റാമ്പ്, ഇൻലൻഡ് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. അധ്യാപികമാരായ മീനു, രമ്യ എന്നിവർ കുട്ടികളെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഭാരതീയ മസ്ദൂർ സംഘം തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി നേതൃത്വത്തിൽ ഏകദിന പദയാത്ര നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. സനാതന സംസ്കാരത്തിന്റെ സന്ദേശവാഹകരായി തൊഴിലാളി മുന്നേറ്റങ്ങൾക്ക് കരുത്തുകൊണ്ടിരിക്കുന്ന ഭാരതീയ സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പ്രവർത്തകർ പങ്കെടുത്ത പദയാത്ര രാവിലെ ഇളമ്പച്ചി തെക്കുംപാട്ട് നിന്നാണ് ആരംഭിച്ചത്. BMS കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അംഗം MK രാഘവൻ, ജാഥ ലീഡർ A രാജീവന് പതാക കൈമാറി പദയാത്ര ഉദ്ഘാടനം ചെയ്തു. BMS തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് T ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു. RSS ഗണ്ഡ് ബൗദ്ധിക് ശിക്ഷൺ പ്രമുഖ് K ഭവിത് മുഖ്യപ്രഭാഷണം നടത്തി. M നാരായണൻ, വൈസ് ക്യാപ്റ്റൻ N വിനോദ് കുമാർ, ഭാസ്കരൻ തെക്കുംപാട്, T കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ശരാശരി വിലക്കയറ്റം. പക്ഷേ കേരളത്തിൽ എത്രയാണ് വിലക്കയറ്റം? കേരളത്തിൽ 9.8% വിലക്കയറ്റം. അങ്ങനെ വിലക്കയറ്റത്തിനെ കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ പൊറുതിമുട്ടുകയാണ്. എന്താണ് ഇന്നത്തെ അവസ്ഥ? ഒരു കാലത്ത് കേരളത്തിന് നെല്ലറയായിരുന്നു പാലക്കാട്ടും കുട്ടനാടും. നമ്മുടെ കേരളത്തിലെ സാധാരണ ജനങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്ന അരി മുഴുവൻ ഉണ്ടാക്കിയിരുന്നത് പാലക്കാടും നമ്മുടെ കുട്ടനാടുമായിരുന്നു. ഇന്നെന്താണ് അവസ്ഥ? ആന്ധ്രയിലും തെലങ്കാനയിൽ നിന്നും അരി വന്നില്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ ഭക്ഷണം കഴിക്കാത്ത ഒരവസ്ഥയിലാണ് നമ്മുടെ അവസ്ഥ. വിവിധ കേന്ദ്രങ്ങളിലൂടെ സഞ്ചരിച്ച വൈകുന്നേരം തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സമാപിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇനി ഒരിടവേള. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്. എന്റെ സ്വന്തം വീട്, എന്റെ സ്വപ്നങ്ങൾക്ക് ചിറകേകിയത് ഈ ആംബിയൻസ് ആണ്. ദ ബെസ്റ്റ് പ്ലേസ് ഓഫ് മൈൻഡ്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. ദ മാസ്റ്റർ ബ്രെയിൻ ബിഹൈൻഡ് മൈ ഡ്രീം. ഇനി മനസ്സിനിണങ്ങിയത് നമ്മുടെ വീടിന്. The magical bond between me and my home. D&G Furniture and Interiors. Adinal Kañangad. Furnish your home, furnish your life. Mansoor Hospital and School of Nursing, Kañangad. Phone 0467 220 2070. 7 lives. Mansoor Hospital. Dedication,
determination and dignity. വസ്ത്രവിസ്മയങ്ങളിലെ പുതുമകൾ കൊണ്ട് ജനമനസ്സുകൾ കീഴടക്കിയ കാഞ്ഞങ്ങാട് ഇമ്മാനുവൽ സിൽക്സ് വ്യത്യസ്തങ്ങളായ പട്ടുസാരികൾ, വെഡ്ഡിംഗ് ഗൗണുകൾ, ലെഹങ്കകൾ, ലാച്ചകൾ തുടങ്ങിയവയുടെ വിസ്മയ കളക്ഷനുകളും ഓരോ വധൂവരന്മാർക്കും അണിഞ്ഞൊരുങ്ങുവാൻ മനോഹരങ്ങളായ ബ്രൈഡൽ സാരികൾ, ബ്രൈഡൽ ഗൗണുകൾ, ബ്രൈഡൽ ലാച്ചകൾ, ഷെർവാണി, സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ. ഇമ്മാനുവൽ സിൽക്സ്, കാഞ്ഞങ്ങാട്, കണ്ണൂർ ആൻഡ് തൃശൂർ. വാർത്തകൾ തുടരുന്നു. 67ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേളയിൽ വിഭവസമൃദ്ധമായ സദ്യയൊരുക്കി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് കായികമേളയ്ക്കെത്തിയവർക്ക് നൽകിയത്. 67ാമത് ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേള വിജയകരമായി തുടരുകയാണ്. കായികമേളയ്ക്ക് എത്തിയവർക്ക് 4 ദിവസവും വിഭവസമൃദ്ധമായ സദ്യയാണ് ഒരുക്കിയത്. എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള 4ലധികം വിഭവങ്ങൾ അടങ്ങിയ കറികളാണ് 2000ഓളം പേർക്ക് നൽകിയത്. സ്കൂൾ അധ്യാപകരും PTA അംഗങ്ങളും വിദ്യാർത്ഥികളും ചേർന്ന കൂട്ടായ്മയാണ് ഭക്ഷണ വിതരണത്തിന് മേൽനോട്ടം വഹിച്ചത്. നീലേശ്വരം പള്ളിക്കര സ്വദേശികളായ ഉമേശൻ, രാജൻ അന്തിത്തിരിയൻ എന്നിവരാണ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത്. 4 ദിവസമായി ഇവിടെ നടക്കുന്ന ഹൊസ്ദുർഗ് ഉപജില്ലാ കായികമേളയിൽ ഭാഗമായി ഇവിടെ എത്തിയിട്ടുള്ള എല്ലാ കുട്ടികൾക്കും, പേരൻസിനും അതുപോലെ നാട്ടുകാർക്കും വിഭവസമൃദ്ധമായ പോഷകമൂല്യങ്ങളും അടങ്ങിയ ഭക്ഷണമാണ് നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളത്. ദിവസവും 2000-ൽ കൂടുതൽ ജനങ്ങൾക്ക് ഭക്ഷണം നമുക്ക് ഇവിടെ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രാവിലെയും പ്രഭാത ഭക്ഷണവും അതുപോലെ ഉച്ചഭക്ഷണവും നമ്മൾ വളരെ വിഭവസമൃദ്ധമായ ഐറ്റങ്ങളോട് കൂടിയിട്ടാണ് കൊടുക്കാൻ പറ്റുന്നത്. 4 ദിവസവും പായസം അടങ്ങിയ സദ്യയാണ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഭക്ഷണം നമുക്ക് പാകം ചെയ്തത് നീലേശ്വരത്ത് നിന്നും ഇവിടെ എത്തിയിട്ടുള്ള ഉമേശൻ, അതുപോലെ രാജൻ അന്തിത്തിരിയൻ എന്നീ പറയുന്ന പാചകക്കാരാണ്. അവർ വളരെ ഭംഗിയായി ആ കാര്യങ്ങൾ നിർവഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വളരെ ആത്മസംതൃപ്തിയോട് കൂടിയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഭക്ഷണ കമ്മിറ്റി ചെയർമാൻ അനിൽ, കൺവീനർ P. ഗോപികൃഷ്ണൻ, കണ്ണൻ മേലാങ്കോട്ട്, P. രാധാകൃഷ്ണൻ, ദിവാകരൻ പാറക്കാട്ട്, EP മഞ്ജുള, K. ശരത് കുമാർ എന്നിവരാണ് എല്ലാ ദിവസവും ഒരു തരത്തിലുള്ള അപാകതകളുമില്ലാതെ പാചകം ഒരുക്കുന്നതിനും വിതരണം ചെയ്യുന്നതിനും ചുക്കാൻ പിടിച്ചത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് വേണ്ടി തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 17 വെള്ളിയാഴ്ചയാണ് തൊഴിൽമേള നടക്കുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് അഭ്യസ്ത വിദ്യരായ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു തൊഴിൽമേള സംഘടിപ്പിക്കുന്നു. ഒക്ടോബർ 17 വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് തൊഴിൽമേള കാഞ്ഞങ്ങാട് MLA E. ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്യും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. വിജയൻ അധ്യക്ഷത വഹിക്കും. കേരളത്തിന് അകത്തും പുറത്തുമായി 50-ലധികം കമ്പനികൾ തൊഴിൽദാതാക്കളായി മേളയിൽ പങ്കെടുക്കും. മേളയിൽ പങ്കെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതേ ദിവസം 9 മണി മുതൽ സ്പോട്ട് അഡ്മിഷനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 2025 നടത്താൻ പോകുന്ന ജോബ് വെസ്റ്റിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പത്രസമ്മേളനം വിളിച്ചത്. ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ മാധ്യമങ്ങളെയും അതുപോലെ തന്നെ മറ്റു വ്യക്തികളെയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, അതുപോലെ തന്നെ ജനപ്രതിനിധികൾ, മുഴുവൻ ആളുകൾ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. കേരള സർക്കാരിന്റെ വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി കേരളത്തിലെമ്പാടും ദ്വിതല പഞ്ചായത്ത് സംവിധാനം വഴി ആയിരക്കണക്കിന് അഭ്യസ്തരായ യുവതിയുവാക്കൾക്ക് തൊഴിൽ നൽകുമെന്ന സർക്കാരിന്റെ തീരുമാനപ്രകാരമാണ് നമ്മുടെ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് നേതൃത്വത്തിൽ ഈ മാസം ഒക്ടോബർ മാസം 17-ാം തീയതി തൊഴിൽ മേള നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ട് അർപ്പിച്ച് തന്നെയാണ് ഈ പ്രദേശത്തെ നമ്മുടെ വിൽക്കല ഈ ജോബ് വെസ്റ്റ് മേള നടക്കുന്നത്. ഇതിനു മുന്നിൽ 4ാമത്തെ തവണയാണ് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ജോബ് വെസ്റ്റ് നടത്തുന്നത്. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് M. K. വിജയൻ, വൈസ് പ്രസിഡന്റ് K. V. ശ്രീലത, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അബ്ദുൾ റഹ്മാൻ,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഗീത വി, മെമ്പർമാരായ എ ദാമോദരൻ, പുഷ്പ എം ജി, ഷക്കീല ബഷീർ, സെക്രട്ടറി ഹരികൃഷ്ണൻ എസ്, അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ ശശി വി വി, വിജയകുമാർ എം, പുഷ്പ ശ്രീധരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സി സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലം സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിച്ച പൊതുപ്രവർത്തകൻ സി മുഹമ്മദ് കുഞ്ഞിക്കുള്ള ആദരിക്കൽ ചടങ്ങ് 13-ന്. അദ്ദേഹം എഴുതിയ ചരിത്രം തേടിയൊരു ലോകസഞ്ചാരം പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ വെച്ച് നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. സി സൗഹൃദ വേദിയുടെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ടിലേറെ കാലം സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിൽ നിറസാന്നിധ്യമായിരുന്ന പൊതുപ്രവർത്തകൻ സി മുഹമ്മദ് കുഞ്ഞിക്കുള്ള ആദരവും അദ്ദേഹം എഴുതിയ അമേരിക്കൻ ഐക്യനാടുകൾ ഉൾപ്പെടെ 40ഓളം രാജ്യങ്ങളിലായി 150-ൽ പരം ചരിത്ര നഗരങ്ങളിലൂടെ സഞ്ചരിച്ച് തയ്യാറാക്കിയ ചരിത്രം തേടിയൊരു ലോകസഞ്ചാരം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും 13-ന് തിങ്കളാഴ്ച നടക്കും. നഗരസഭാ ടൗൺ ഹാളിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഒറിജിനലി അദ്ദേഹം വരുന്നത് ഈ സിയോടുള്ള ആദരവ് കൊണ്ട് തന്നെയാണ്. ആ പരിപാടി അന്ന് അദ്ദേഹം നടത്തും. അദ്ദേഹം പുസ്തകം പ്രകാശിപ്പിക്കും. അതോടുകൂടി അതിൻ്റെ ഇടയിലുണ്ടായ ഒരു പൊതുവെ വന്ന ഒരു അവസ്ഥ പറയുന്നു. ഈ പണത്തിൻ്റെ പിന്നാലെ പോകാതെ അതിൽ നിങ്ങൾ പത്രക്കാരും കൂടെ ഉണ്ടോ? നമ്മുടെ ജീവിതം മുഴുവൻ സമൂഹത്തിനും വേണ്ടി, സാംസ്കാരിക ലോകത്തിനും വേണ്ടി മാറ്റിവെക്കുന്ന ആളുകൾ, അതിൽപ്പെട്ട ഒരാളാണ് സി മുഹമ്മദ്. അദ്ദേഹം പേരിൻ്റെ പിന്നാലെയോ പണത്തിന് പിന്നാലെയോ പോകാതെ ഒരുപക്ഷെ സ്വത്ത് പോലും വിൽപ്പന നടത്തി ആ പണം കൊണ്ട് ലോകം സന്ദർശിച്ചവരാണ് നമ്മൾ. അങ്ങനെ അധികമാരും ചെയ്യില്ല. അദ്ദേഹം നാട് കാണാൻ പോകുന്നത് പലരും ചെയ്യുന്നത് പോലെ വെറുതെ ഒരു ആഹ്ലാദ അനുഭവത്തിന് വേണ്ടിയല്ല. അദ്ദേഹം യാത്ര ചെയ്യുമ്പോൾ അവിടുന്ന് പെറുക്കിയെടുക്കുന്ന ജീവിതാനുഭവങ്ങൾ, മനുഷ്യ ജീവിതങ്ങൾ, നമ്മുടെ നാടിനെ എന്തൊക്കെ അവിടുന്ന് പഠിക്കാനോട് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം റിസർച്ച് വഴി, ഗവേഷണം വഴി കണ്ടെത്തി അതിനെ പുസ്തക രൂപത്തിൽ നമുക്ക് മുമ്പിൽ സമർപ്പിക്കുന്നത് വളരെ മഹത്തായ കാര്യമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. സി സൗഹൃദ വേദി എന്നൊരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടികളൊക്കെയും സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ആ കൂട്ടായ്മയുടെ സി സൗഹൃദ വേദിയുടെ ചെയർമാനാണ് ഡോക്ടർ ഖാദർ മങ്ങാട് മാഷ്. ഇതിൻ്റെ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് പി നാരായണൻ, ബാർ അസോസിയേഷൻ്റെ പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി നാരായണനാണ് ഇതിൻ്റെ ജനറൽ കൺവീനർ. എ അമീന സാഹിബാണ് ഇതിൻ്റെ ട്രഷറർ. ഈ സൗഹൃദ വേദിയാണ് ഇത്തരത്തിൽ ഈ പരിപാടിയും ഈ സമാധി ചടങ്ങുമൊക്കെ സംഘടിപ്പിക്കുന്നത്. പ്രിയങ്കനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് പുറമെ നമ്മുടെ ജില്ലയിലെ 5 MLA-മാർ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് പ്രിയപ്പെട്ട ഇ ചന്ദ്രശേഖരൻ MLA ആണ്. അവിടെ ഉപഹാരങ്ങൾ സമർപ്പിക്കുന്നത് നമ്മുടെ ജില്ലയിലെ മറ്റ് 4 MLA-മാരും പ്രിയങ്കരായ നഗരസഭ ചെയർപേഴ്സണും ഒക്കെ ചേർന്നാണ്. പ്രതിപക്ഷ ഉപനേതാവും മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്യും. ഇ ചന്ദ്രശേഖരൻ MLA പുസ്തകം ഏറ്റുവാങ്ങും. സംഘാടക സമിതി ചെയർമാൻ, മുൻ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് അധ്യക്ഷത വഹിക്കും. ഹോസ്തർ ബാർ അസോസിയേഷൻ പ്രസിഡന്റും സംഘാടക സമിതി ജനറൽ കൺവീനറുമായ അഡ്വക്കേറ്റ് പി നാരായണൻ മുഖപരിചയം നടത്തും. മുൻ PSC അംഗം ഡോക്ടർ അജയകുമാർ കോടോത്ത് പുസ്തകം പരിചയപ്പെടുത്തും. രാജ്മോഹൻ ഉണ്ണിത്താൻ MP മുഖ്യാതിഥിയായി ചടങ്ങിൽ പങ്കെടുക്കും. MLA-മാരായ NA നെല്ലിക്കുന്ന്, M രാജഗോപാലൻ, അഡ്വക്കേറ്റ് CH കുഞ്ഞമ്പു, AKM അഷ്റഫ്, നഗരസഭാ ചെയർപേഴ്സൺ KV സുജാത, മുൻ MLA പാറക്കൽ അബ്ദുള്ള എന്നിവർ ഉപഹാര സമർപ്പണം നടത്തും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ ഖാദർ മങ്ങാട്, കോർഡിനേറ്റർ ബഷീർ ആറങ്ങാടി, ട്രഷറർ A ഹമീദ് ഹാജി, മറ്റ് ഭാരവാഹികളായ സുറൂർ മൊയ്തു ഹാജി, ആശീർവാദ് സുകുമാരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇമ്മാനുവൽ സിൽക്സിൽ ക്യാഷ് ബാക്ക് ഓഫറോട് കൂടിയ വെഡിംഗ് ഫെസ്റ്റിന് തുടക്കമായി. വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത. കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് പുത്തൻ ഫാഷൻ തരംഗം സൃഷ്ടിച്ച ഇമ്മാനുവൽ സിൽക്സിൽ ഇത്തവണയും പുതുമകളുമായാണ് വെഡ്ഡിംഗ് ഫെസ്റ്റിന് തുടക്കമായത്. ഇമ്മാനുവൽ സിൽക്സിൽ നിന്നും വെഡ്ഡിംഗ് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് നറുക്കെടുപ്പിലൂടെ പർച്ചേസ് ചെയ്യുന്ന തുക മുഴുവനായും തിരിച്ചു നൽകുക എന്നതാണ് ക്യാഷ് ബാക്കോട് കൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ പ്രത്യേകത. ഇത്തവണ വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം വ്യത്യസ്തമാർന്ന രീതിയിലാണ് നടന്നത്.
വിവാഹ ജീവിതത്തിൽ 30 വർഷക്കാലം പിന്നിട്ട ഉദ്യോഗസ്ഥ ദമ്പതികളായ KN ബിന്ദു, K ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് വെഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അത് ഏറ്റവും മെച്ചപ്പെട്ട ഉൽപ്പന്നങ്ങൾ അവരവരുടെ അഭിരുചിക്കനുസരിച്ച് കീശയുടെ കണക്കിനനുസരിച്ച് ഏറ്റവും ഗുണപരമായി നൽകാൻ സന്നദ്ധമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഇമ്മാനുവൽ സിൽക്സ് എന്നുള്ളത്. മറ്റാരും പറഞ്ഞറിയുന്നതല്ല. ഇമ്മാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് ആരംഭിച്ച കാലം മുതൽ എല്ലാ വർഷവും ആഘോഷങ്ങളിലെല്ലാം വരുന്നവർ ഒരു കുടുംബം എന്ന രീതിയിൽ നമുക്ക് നേരിട്ടുള്ള അനുഭവം. തീർച്ചയായും വളരെ വില കൂടിയ തുണിത്തരങ്ങൾ ഇവിടെ ധാരാളമായി ഉണ്ട്. ധാരാളം സെലക്ഷൻ ഉണ്ട്. അതോടൊപ്പം തന്നെ അത് ലേഡീസിനായാലും ജെൻസിനായാലും കിഡ്സിനായാലും എല്ലാം മറ്റ് ദൈനംദിന ഉപയോഗത്തിലുള്ളവയായാലും എവിടെ കിട്ടുന്നതിനേക്കാളും കൂടുതൽ സെലക്ഷൻ കിട്ടുന്ന ഒരു സംവിധാനം ഇമ്മാനുവൽ സിൽക്സിൽ നമുക്ക് കാണാൻ കഴിയും. വിവാഹം എന്ന് പറയുന്നത് ഏതൊരാളുടെയും ജീവിതത്തിലെ ധന്യമായ നിമിഷങ്ങളിൽ ഒന്നാണെന്നും ഈ സുവർണ നിമിഷങ്ങൾക്ക് മിഴിവേകുന്ന വസ്ത്രങ്ങളാണ് വധൂവരന്മാർക്ക് ഇമ്മാനുവൽ ഒരുക്കുന്നതെന്നും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഘോഷത്തിന് ഏറ്റവും മികവാർന്ന വർണ്ണങ്ങളിൽ തന്നെ അണിഞ്ഞൊരുങ്ങുവാനും വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ നിറം പകരുവാനും മംഗല്യനാളുകൾക്ക് വർണ്ണ വസ്ത്രങ്ങൾ കൊണ്ട് സ്വർഗീയ പരിവേഷം സൃഷ്ടിക്കാനും ഇമ്മാനുവൽ സിൽക്സ് ഒരുക്കുകയാണ് വെഡിംഗ് ഫെസ്റ്റ്. മുഖ്യാതിഥികൾക്ക് മൂത്തൽ നാരായണൻ മൊമന്റോ കൈമാറി. ചടങ്ങിൽ ഷോറൂം മാനേജർ സന്തോഷ് ടി, ശശിധരൻ M എന്നിവർ സംസാരിച്ചു. ഇമ്മാനുവൽ സിൽക്ക് എല്ലാ സീസണിലും ഇതുപോലെയുള്ള നിരവധിയായ കസ്റ്റമർക്ക് ഉപകാരപ്രദമായ പല ഓഫറുകളും ആവിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് ഇപ്രാവശ്യം നമ്മൾ ഈ സീസണെ ലൈവ് ആക്കാൻ വേണ്ടി വെഡിംഗ് ഫെസ്റ്റിവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. വിവാഹം എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധന്യ മുഹൂർത്തമാണ്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അഖിലേന്ത്യാ ആദിവാസി മഹാസഭ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് MN സ്മാരക മന്ദിരത്തിലാണ് കൺവെൻഷൻ നടന്നത്. അഖിലേന്ത്യാ ആദിവാസി മഹാസഭ കാസർഗോഡ് ജില്ലാ പ്രവർത്തക കൺവെൻഷൻ നടന്നു. കാഞ്ഞങ്ങാട് MN സ്മാരക മന്ദിരത്തിൽ വെച്ചായിരുന്നു കൺവെൻഷൻ സംഘടിപ്പിച്ചത്. ചിറ്റയും ഗോപകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു. അവർ കൂടുതലും ഈ പട്ടണ പ്രദേശങ്ങളെല്ലാം താമസിക്കും. ഗ്രാമീണ മേഖലയിൽ വനത്തിനകത്ത് വളർത്താൻ ചുറ്റപ്പെട്ട പ്രദേശങ്ങളിലാണ് അവർക്ക് താമസിക്കാൻ നല്ല വീടുണ്ടായിരുന്നു. അവർക്ക് സഞ്ചരിക്കാൻ നല്ല വഴി, അവർക്ക് കുടിക്കാൻ നല്ല ശുദ്ധജലം കിട്ടുമായിരുന്നു. അവരുടെ തൊഴിൽ ഏറ്റവും വലിയ പ്രശ്നമാണ്. അതറിയാം, വനത്തിനകത്ത് കൂടി വനവിഭവങ്ങൾ ശേഖരിച്ചു കൊണ്ടുവന്ന് അത് പുറത്തടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനങ്ങൾ ഉപയോഗിക്കുകയാണ്. അവരുടെ തൊഴിലിന്റെ പ്രശ്നമുണ്ടായി. വിദ്യാഭ്യാസം, അവർക്ക് വിദ്യാഭ്യാസം നേരെ ലഭിച്ചിരുന്നു. P. രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M. കുമാരൻ സ്വാഗതം പറഞ്ഞു. M. വിജയലക്ഷ്മി, AO ഗോപാലൻ, ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, കൃഷ്ണൻ, CP ബാബു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരിടവേള. Charitra Vivag Bridal Collection by Shobika Vit. ചേലോടെ സ്വർണ്ണമഴകായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി
അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയാ. പൊന്നിന്മയ്ക്കുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുകോൺ. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം കാഞ്ഞങ്ങാട്. ഇന്റീരിയറുകളുടെ വിസ്മയം, ഗ്ലാസ് വർക്കുകളുടെ ചടുലത ആരെയും ചുവട് വയ്പ്പിക്കും. ഈ കിച്ചൺ ക്യാബിനറ്റുകൾ കുക്കിംഗ് ഒരനുഭവമാക്കും. ദ ഹാപ്പിയസ്റ്റ് ഫാമിലി. ബെഡ്റൂം ഇന്റീരിയർ, വാതിലുകൾ സുന്ദരമായ സ്വകാര്യതയാണ്. ഇതെല്ലാമാണ് വീടെന്ന സ്വപ്നം. ന്യൂ ഇന്ത്യൻ ഗ്ലാസ് ഏജൻസി. Glass, plywood, kitchen cabinet, wide range of interior products. The biggest interior accessory showroom at North Malabar. ഇനി നിങ്ങൾക്കും നഴ്സിംഗ് പഠിക്കാം ഏറ്റവും കുറഞ്ഞ ഫീസിൽ. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷനിലെ ഈ അധ്യയന വർഷത്തെ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്കുള്ള ഫീസ് വെറും 30,000 മാത്രം. +2 കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് അപേക്ഷിക്കാം. മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ 30 വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, വിദഗ്ധരായ ഡോക്ടർമാരുടെയും അധ്യാപകരുടെയും സേവനം. ഇനി എന്തിന് മാറി ചിന്തിക്കണം? നിങ്ങളുടെ അഡ്മിഷൻ ഇന്ന് തന്നെ ഉറപ്പുവരുത്തുക. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട് ആൻഡ് നീലേശ്വരം. വാർത്തകൾ തുടരുന്നു. നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആൻഡ് എഞ്ചിനീയേഴ്സ് NCC OEE വൈദ്യുതി ഉപഭോക്താക്കളും ജീവനക്കാരും അഭിമുഖീകരിക്കുന്ന വിവിധ വിഷയങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം വൈദ്യുതി ഭവന് മുന്നിൽ സമര പ്രഖ്യാപനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു. സംസ്ഥാന വ്യാപകമായി ഡിവിഷൻ കേന്ദ്രങ്ങളിൽ പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചു. ജീവനക്കാരുടെ ഒഴിവുകൾ നികത്തുക, കുടിശ്ശിക ക്ഷാമബത്ത ഉടൻ അനുവദിക്കുക, ശമ്പള പരിഷ്കരണ കരാറുകൾ അംഗീകരിക്കുക, പെൻഷൻ മാസ്റ്റർ ട്രസ്റ്റിൽ തുക വകയിരുത്തുക, കരാർ തൊഴിലാളികളുടെ വേതനം യഥാസമയം വിതരണം ചെയ്യുക, കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ ചിറ്റമ്മ നയം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് NCCOEEയുടെ പ്രക്ഷോഭം. കാസർഗോഡ് ഡിവിഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് വിദ്യാനഗർ സീതാങ്കോളി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച് കാസർഗോഡ് വൈദ്യുതി ഭവനിൽ സമാപിച്ചു. CITU സംസ്ഥാന സെക്രട്ടറി TK രാജൻ ഉദ്ഘാടനം ചെയ്തു. KCB വർക്കേഴ്സ് അസോസിയേഷൻ CITU സംസ്ഥാന വൈസ് പ്രസിഡന്റ് V ജനാർദ്ദനൻ മുദ്രാവാക്യങ്ങൾ വിശദീകരിച്ചു. വർക്കേഴ്സ് ഫെഡറേഷൻ വർക്കിംഗ് പ്രസിഡന്റ് സദർ റിയാസ് അധ്യക്ഷത വഹിച്ചു. ഓഫീസേഴ്സ് അസോസിയേഷൻ CC മെമ്പർ M ഭാസ്കരൻ, KP അശോകൻ, ഗിരീഷ് ചർക്കള, വിനീഷ VS, പ്രഭാകരൻ, ഉണ്ണികൃഷ്ണൻ, ഹരീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജയകൃഷ്ണൻ കുപ്പങ്ങാനം സ്വാഗതവും പ്രഭാകരൻ നന്ദിയും പറഞ്ഞു. ആവശ്യങ്ങൾ അംഗീകരിക്കാത്ത പക്ഷം ഒക്ടോബർ 15 മുതൽ തിരുവനന്തപുരം വൈദ്യുതി ഭവനിൽ അനിശ്ചിതകാല പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. NGO സംഘ് നേതാവായിരുന്ന K കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷികം കാസർഗോഡ് വിവിധ പരിപാടികളോടെ ആചരിച്ചു. കറന്തക്കാടിലെ രാഷ്ട്രീയ കർമ്മചാരി സമിതി ഓഫീസിൽ ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും അനുസ്മരണവും സംഘടിപ്പിച്ചു. NGO സംഘ് മുൻ ജില്ലാ പ്രസിഡന്റ്, ഭാരതീയ രാജ്യ പെൻഷനേഴ്സ് മഹാസംഘ് ജില്ലാ ട്രഷറർ, രാഷ്ട്രീയ കർമ്മചാരി സമിതി ഡയറക്ടർ എന്നീ നിലകളിൽ പ്രവർത്തിച്ച K കുഞ്ഞിക്കണ്ണന്റെ 1ാം ചരമവാർഷികത്തിൽ കാസർഗോഡ് കറന്തക്കാടിലെ രാഷ്ട്രീയ കർമ്മചാരി സമിതി ഓഫീസിൽ ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു. BRPMS ദേശീയ പ്രസിഡന്റ് CH സുരേഷ് ഫോട്ടോ അനാച്ഛാദനവും പുഷ്പാർച്ചനയും അനുസ്മരണ പരിപാടിയും ഉദ്ഘാടനം ചെയ്തു. NGO സംഘത്തിൻ്റെ ജില്ലാ പ്രസിഡന്റ് എന്ന നിലക്ക് വളരെ സജീവമായ പ്രവർത്തനം, ആത്മാർത്ഥമായ പ്രവർത്തനം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കുഞ്ഞിക്കണ്ണനെ അറിയാതെ സർക്കാർ ജീവനക്കാരുണ്ടാവില്ല. ആ കാലഘട്ടത്തിൽ ഏകദേശം ഒരു 20 വർഷം കഴിഞ്ഞു റിട്ടയർ ചെയ്തു. ആ കാലഘട്ടത്തിൽ സർവീസിലുള്ള NGO യൂണിയൻ്റെ ആൾക്കാരായിക്കോട്ടെ, ഇടതുപക്ഷത്തിൻ്റെ ആൾക്കാരായിക്കോട്ടെ, അസോസിയേഷൻ്റെ ആൾക്കാരായിക്കോട്ടെ, കോൺഗ്രസ് സംഘടനയുടെ ആൾക്കാരായിക്കോട്ടെ, നമ്മൾ എല്ലാവർക്കും കുഞ്ഞിക്കണ്ണനെ പറ്റി അറിയാം. എല്ലാ പരിപാടിയിലും വളരെ സജീവമായി പങ്കെടുക്കുകയും എല്ലാ ഓഫീസുകളിലും NGO സംഘത്തിൻ്റെ ശബ്ദം എത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹം.
ചടങ്ങിൽ BRPMS കാസർഗോഡ് രക്ഷാധികാരി M. ബാലകൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ധീവര സഭ ജില്ലാ പ്രസിഡന്റ് K. സുരേഷ് കുമാർ, ജില്ലാ ധർമ്മചാര്യ സമ്പർക്ക പ്രമുഖ് AT നായിക്, ഹിന്ദു ഐക്യവേദി ജില്ലാ രക്ഷാധികാരി കൊട്ടോടി ഗോവിന്ദൻ മാസ്റ്റർ, സഹോദരൻ K. ഗോപാലകൃഷ്ണൻ, കുടുംബാംഗങ്ങൾ എന്നിവർ സംബന്ധിച്ചു. BRPMS ദേശീയ ഖജാൻജി K. ദയാനന്ദ സ്വാഗതവും ജില്ലാ സെക്രട്ടറി KN ശ്രീകണ്ഠൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും 31 വർഷക്കാലത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന കായികാധ്യാപകൻ K. വിജയകൃഷ്ണൻ മാസ്റ്റർക്ക് പൂർവ്വ കായിക വിദ്യാർത്ഥി കൂട്ടായ്മ ആദരമൊരുക്കി. സ്കൂളിൽ നടക്കുന്ന സബ് ജില്ലാ കായികമേള വേദിയിലാണ് ആദരവ് നൽകിയത്. ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിന് ദേശീയ സംസ്ഥാന തലങ്ങളിൽ കായിക മേഖലയിൽ മികച്ച വിജയങ്ങൾ നേടുന്നതിൽ കഴിഞ്ഞ 31 വർഷക്കാലമായി നിർണായക സംഭാവനകൾ നൽകുന്ന കായിക അധ്യാപകൻ K. വിജയകൃഷ്ണൻ മാസ്റ്റർക്ക് സ്കൂളിന്റെ മുൻകാലങ്ങളിൽ മികച്ച നേട്ടങ്ങളിൽ പങ്കാളികളായ പൂർവ്വ കായിക വിദ്യാർത്ഥി കൂട്ടായ്മ ആദരവ് നൽകി. തങ്ങളുടെ കായിക നേട്ടങ്ങൾക്ക് എല്ലായ്പ്പോഴും മികച്ച പരിശീലനവും പിന്തുണയും നൽകുന്നതിനാണ് സ്നേഹാദരവ് ഒരുക്കിയത്. തങ്ങളുടെ കായിക നേട്ടങ്ങൾക്ക് എല്ലായ്പ്പോഴും മികച്ച പരിശീലനവും പിന്തുണയും നൽകിയതിനാണ് സ്നേഹാദരവ് ഒരുക്കിയത്. വിവിധ ഘട്ടങ്ങളിൽ സ്കൂളിൽ പഠിച്ച 25ഓളം വിദ്യാർത്ഥികളാണ് സ്കൂളിൽ ഒത്തുചേർന്ന് ആദരവ് നൽകിയത്. സ്കൂളിൽ നടക്കുന്ന സബ് ജില്ലാ കായികമേള വേദിയിലാണ് ആദരവ് ഒരുക്കിയത്. ഒരു ദിവസത്തെ ഭൂരിഭാഗവും വിദ്യാർത്ഥികൾക്ക് പരിശീലനവുമായി കൂടെ നിൽക്കുന്ന സംസ്ഥാനത്തെ തന്നെ മികച്ച കായിക അധ്യാപകനായ K. വിജയകൃഷ്ണൻ മാസ്റ്റർ ഈ അധ്യയന വർഷം ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുകയാണ്. കാഞ്ഞങ്ങാട് SI സൈഫുദ്ദീൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് ഉപഹാരം നൽകി. ദീർഘമായ 31 വർഷം സർവീസ് ഒരു കായികാധ്യാപകനെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും മഹത്തരമായ ഒരു കാര്യമാണ്. വിജേഷ മാഷ് എൻ്റെയും അടുത്തൊരു സുഹൃത്താണ്. മാഷെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒരുക്കിയവിടെ മാഷ്കിലെ ഈ യാത്രയപ്പിൻ്റെ ഈ കേക്ക് മുറി പരിപാടി വളരെ സന്തോഷം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, മാഷ് മാർച്ച് മാസം റിട്ടയർഡാകുമ്പോൾ മാഷ്ക്ക് കാഞ്ഞങ്ങാട് നഗരത്തിൽ ഒരു തുറന്ന വാഹനത്തിൽ ഇത്രയധികം ദുർഗ സ്കൂളിൽ ഇത്രയും പ്രശസ്തി നേടിക്കൊടുത്ത ഈ മാഷ്ക്ക് നല്ലൊരു യാത്രയപ്പ് നൽകണമെന്ന് എൻ്റെ ഒരു അഭ്യർത്ഥനയുണ്ട്. താങ്ക് യു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ജീവിതോത്സവം 2025 ഭാഗമായി കുണ്ടംകുഴി സ്കൂൾ NSS യൂണിറ്റ് സംഘടിപ്പിച്ച നടപ്പുവണ്ടി ശ്രദ്ധേയമായി. നടപ്പുവണ്ടികൾ ജനങ്ങളുമായി സംവദിച്ച നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞു. ജീവിതോത്സവം 2025 ഭാഗമായി കുണ്ടംകുഴി സ്കൂളിൽ NSS യൂണിറ്റ് സംഘടിപ്പിച്ച നടപ്പുവണ്ടി പുതുമ കൊണ്ടും പ്രവർത്തന മികവ് കൊണ്ടും ശ്രദ്ധേയമായി. സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിലേക്ക് കാൽനടയായി പുറപ്പെട്ട 100 NSS വിദ്യാർത്ഥികളുടെ ചെറു സംഘങ്ങളെ അധ്യാപകരും ബേഡെടുക്ക പഞ്ചായത്ത് ഹരിതകർമ്മസേനയും അനുഗമിച്ചു. കുണ്ടംകുഴി, മരുതടുക്കം, കാരക്കാട്, നീർക്കയ, ചാലത്തൂർ, മാവിനക്കല്ല്, ഗദ്ദേമൂല പ്രദേശങ്ങളിലേക്ക് യാത്ര പോയ നടപ്പുവണ്ടികൾ ജനങ്ങളുമായി സംവദിച്ച നാടിന്റെ ഹൃദയം തൊട്ടറിഞ്ഞു. ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ് നാഷണൽ സർവീസ് സ്കീമിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു ഇക്കൊല്ലത്തെ പ്രത്യേക പരിപാടിയാണ് ജീവിതോത്സവം എന്നുള്ളത്. കുട്ടികൾക്ക് 21 ദിവസത്തെ വിവിധ ചലഞ്ചുകൾ നൽകിക്കൊണ്ട് അവരുടെ വ്യക്തിത്വ വികാസം വരുത്തുകയും അതുപോലെ തന്നെ പെരുമാറ്റങ്ങൾ ക്രമീകരിക്കുകയും ചെയ്തുകൊണ്ട് നല്ല വ്യക്തികളായി മാറാനുള്ള ചലഞ്ചുകളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വർഷാവസാനത്തിൽ ആദ്യം കൂടെയുള്ള കരുത്തേകാണെന്ന് പറഞ്ഞ് 6 വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് ക്ലാസുകൾ നൽകി. അതിന്റെ പ്രായോഗികമായിട്ടുള്ള ഒരു വശം എന്നുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി തന്നെ വിഭാവനം ചെയ്തിട്ടുള്ള ജീവിതോത്സവ പരിപാടി നടത്തുന്നത്. ഏതാണ്ട് 16 ദിവസങ്ങളായി സ്കൂളിലെ NSS വിദ്യാർത്ഥികൾ ജീവിതോത്സവവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നു. 16ാമത്തെ അവരുടെ ടാസ്ക് എന്നുള്ളത് വാക്കിംഗ് ബസ് നടക്കുവേണ്ടി എന്നുള്ളതാണ്. വഴിവക്കുകളിൽ നിന്ന് 15 ചാക്കോളം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറി. വാർഡ് മെമ്പർ T. വരദരാജ്, വിദ്യാഭ്യാസാരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വസന്തകുമാരി, ഹരിത കേരള മിഷൻ റിസോഴ്സ് പേഴ്സൺ ലോഹിതാക്ഷൻ പെരിങ്ങാനം, പ്രോഗ്രാം ഓഫീസർ ബിജു ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. അധ്യാപകരായ നിർമ്മല, നിഷി, രജിന, രാകേഷ്, നവ്യ, സംഗീത, ദീപിക, രാജേശ്വരി, അശ്വതി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷിക സ്പോർട്സ് മീറ്റ് നടന്നു. കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു.
സ്വാമി നിത്യാനന്ദ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വാർഷിക സ്പോർട്സ് മീറ്റ് നടന്നു. ഒന്നാം ദിനം KG വിഭാഗത്തിലെ കുട്ടികളുടെ മത്സരങ്ങളും 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ മത്സരങ്ങളുമാണ് നടന്നത്. രണ്ടാം ദിവസം സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം കാഞ്ഞങ്ങാട് DYSP CK സുനിൽകുമാർ നിർവഹിച്ചു. അതിനെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് അതിൻ്റെ വിജയവും പരാജയവും. നമ്മൾ യഥാർത്ഥ വിജയികളാവുന്നത് പരാജയരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തി അവരെയും തോളോട് ഒപ്പത്തിനൊപ്പം കൂട്ടി മുന്നോട്ട് പോകുമ്പോഴാണ്. ഇന്ന് നിങ്ങളുടെ സ്പോർട്സ് ഡേ ആണ്. നിങ്ങൾ പല ഇവൻറ്റുകളിലും മത്സരിക്കുന്നുണ്ട്. ചിലർ 1ാം സ്ഥാനത്തേക്ക് എടുക്കും, ചിലർ 2ാം സ്ഥാനത്തെത്തും, ചിലർ ഏറ്റവും അവസാനം എത്തും. പക്ഷേ ഈ അവസാനം എത്തുന്ന ആൾക്കാരെയും കൂട്ടി നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് സ്പോർട്സിൻ്റെ യഥാർത്ഥ സ്പിരിറ്റ് നമുക്ക് സ്വാംശീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ ലോകം വിജയികൾക്ക് മാത്രമല്ല പരാജിതർക്കും കൂടിയാണ്. പരാജയം വരുമ്പോഴാണ് അത് വിജയത്തിലേക്കുള്ള യഥാർത്ഥ പാതയായി മാറുന്നത്. സോ ഐ വിഷ് യു എ വെരി ബെസ്റ്റ് ടു ഓൾ മൈ സ്റ്റുഡൻസ്. നിത്യാനന്ദ സ്കൂൾ പ്രിൻസിപ്പൽ N അജയകുമാർ അധ്യക്ഷത വഹിച്ചു. വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം റീന കുമാരി BH നൽകി. സ്കൂൾ പാർലമെന്റ് ജനറൽ സെക്രട്ടറി അംറാസ് അഹമ്മദ് വിദ്യാർത്ഥികൾക്കുള്ള പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്കൂൾ പാർലമെന്റ് ചെയർമാൻ ദിയ S മാർച്ച് പാസ്റ്റിന് നേതൃത്വം നൽകി. സ്കൂൾ അധ്യാപകൻ ദിനേശ് കുമാർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി പ്രവീണ നന്ദിയും പറഞ്ഞു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കായിക മത്സരങ്ങൾ നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷാഫി പറമ്പിലിനെതിരായുള്ള പോലീസ് അതിക്രമത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. പ്രവർത്തകരെ പിരിച്ചുവിടാൻ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് പ്രവർത്തകർ പുതിയ കോട്ടയിൽ റോഡ് ഉപരോധിച്ചു. ലോറിയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേരെ ചന്ദേര പോലീസ് പിടികൂടി. 4500 പാക്കറ്റ് പാൻ ഉൽപ്പന്നങ്ങളാണ് ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ K പ്രശാന്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ജില്ലാ വിദ്യാഭ്യാസ സമിതി രൂപീകരണവും ജില്ലാ കൺവെൻഷനും സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് വ്യാപാര ഭവനിലാണ് കൺവെൻഷൻ നടന്നത്. NFPE കാസർഗോഡ് യൂണിയന്റെ നേതൃത്വത്തിൽ ജീവനക്കാരുടെ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. കാസർഗോഡ് ജില്ലയിലെ ബാരെ, ഉപ്പള ഗേറ്റ്, ഹൊസബെട്ടു എന്നീ ബ്രാഞ്ച് തപാൽ ഓഫീസുകൾ പൂട്ടാനുള്ള നീക്കത്തിനെതിരെയാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ദേശീയ തപാൽ ദിനത്തോടനുബന്ധിച്ച് ദ ഗാർഡിയൻ ഇംഗ്ലീഷ് സ്കൂളിലെ കുട്ടികൾ കാഞ്ഞങ്ങാട് പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചു. കുട്ടികൾ ഇൻലൻഡിൽ കത്തുകൾ എഴുതി അയച്ചത് വേറിട്ട അനുഭവമായി മാറി. ഭാരതീയ മസ്ദൂർ സംഘം തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന പദയാത്ര നടത്തി. തൃക്കരിപ്പൂർ ടൗണിൽ വൈകുന്നേരം നടന്ന സമാപന സമ്മേളനം BMS കാസർഗോഡ് ജില്ലാ സെക്രട്ടറി KV ബാബു ഉദ്ഘാടനം ചെയ്തു. 67ാമത് ഹൊസൂർ ഉപജില്ലാ കായികമേളയിൽ വിഭവ സമൃദ്ധമായ സദ്യ ഒരുക്കി ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ. പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും മാംസാഹാരവും പായസവും ഉൾപ്പെടെയുള്ള ഭക്ഷണമാണ് കായികമേളയ്ക്കെത്തിയവർക്ക് നൽകിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.